ബിസിനസ്സുകാർക്കിടയിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരു രൂപ പോലും കയ്യിലില്ലാത്തപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1,00,00,000 രൂപ ഉണ്ടായാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞത് എന്നായിരിക്കും. നമുക്ക് വരാം, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഒരു തത്വം എന്താണെന്നറിയോ? നമ്മുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ഡ്രീംസ് ഉണ്ടെങ്കിൽ, അതിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ടെൽ എക്സ്ക്യൂസ്. നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയരുത്. നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഒരു ജിമ്മിൽ പോകണമെന്ന് പറയുന്ന ഒരാൾ, അവൻ പിറ്റേന്ന് പറയുന്നത് എനിക്ക് ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സില്ല, അതിനനുസരിച്ചുള്ള ഒരു ഫിനാൻസ് ഇല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് സപ്പോർട്ടില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞ് അവനതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ പറയുന്നത് എനിക്ക് നല്ലൊരു ക്യാമറയുള്ള ഫോണില്ല, അല്ലെങ്കിൽ എൻ്റെ സ്കിൽ ബേസ് പോരാ, എൻ്റെ ഫാമിലി സപ്പോർട്ടിങ് ഇല്ല. നമ്മൾ ഏത് മേഖല നോക്കിയാലും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് മനുഷ്യരാണ് നമുക്ക് ചുറ്റും. പക്ഷേ അവരൊക്കെ അത് നീട്ടിക്കൊണ്ടു പോകുന്നത് അവരുടെ ഒരു എക്സ്ക്യൂസിൻ്റെ മേലാണ്. അവർക്ക് ഉള്ളിലൊരു ഭയമുണ്ട്, അത് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇതെന്താവുക എന്നുള്ള ഒരു ഭയം അവർക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞ ആ തത്വം ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് 1 രൂപ പോലും കയ്യിലില്ലാത്ത സമയത്ത് പൈസ ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ 1,00,00,000 രൂപ ഉണ്ടായാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത്. അതേപോലെ നമുക്ക് ഡ്രീംസ് ഉണ്ടാകുമ്പോൾ, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ നിന്ന്, ഈ ലെവലിൽ വെച്ച് നിങ്ങൾക്ക് അതിനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. എങ്കിലേ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടുമ്പോഴും നിങ്ങൾക്ക് അതിനെ ഒരു പടി മുന്നിലേക്ക് ചാടാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടി മനസ്സിലായിക്കോ, ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടെ ചെയ്യാൻ നിന്റെ ആവശ്യമില്ല. ആവശ്യമുള്ളത് ഇവിടെ ഒന്നും സപ്പോർട്ടില്ല, സിറ്റുവേഷൻ അതിനനുസരിച്ചുള്ളതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അവിടെയാണ് നിന്റെ കഴിവ്. എല്ലാ മുഴുവൻ വഴികൾ അടയുമ്പോഴും പുതിയൊരു വഴി നിന്നെ കൊണ്ട് തുറക്കാൻ കഴിയണം. അവിടെയാണ് നിന്റെ കഴിവിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിന്റെ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് നിന്റെ ഡ്രീംസുകൾ പിന്നെയും മുന്നോട്ട് വലിച്ചു നീട്ടരുത്. നിന്റെ ഡ്രീംസിന് വേണ്ട എന്തെങ്കിലും ഒന്ന് നിന്റെ കയ്യിലുണ്ടാവും. നീ ഈ ആംബിയൻസ്, ചുറ്റുഭാഗം നന്നാക്കാൻ പോകരുത്. എൻ്റെ ഫാമിലി നന്നാവട്ടെ, എൻ്റെ ഫ്രണ്ട്സ് നന്നാവട്ടെ, എൻ്റെ ആംബിയൻസ് നോക്കട്ടെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ആർ യു ഓക്കെ? ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നീ ഓക്കെ ആണോ എന്ന് മാത്രം നോക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു വഴി തെളിയും. ഇനി സക്സസ് ആയ മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്തവരാണ്. അവരുടെയൊക്കെ നില വളരെ പരിതാപകരമായിരുന്നു. അവരൊക്കെ പല ദാരിദ്ര്യത്തിൽ നിന്നും, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫാമിലി സപ്പോർട്ട്, ഒരു ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും ഇല്ലാതെ തന്നെയാണ് അവരൊക്കെ ഇന്ന് ഈ നിലയിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് മനസ്സിലായിക്കോ, നിങ്ങൾക്കൊരു ഡ്രീംസ് ഉണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞ് അത് പിന്നീടേക്ക് മാറ്റി വെക്കരുത്. അത് ഒരു 10 വർഷം കഴിഞ്ഞാലും അതൊരു സ്വപ്നമായിട്ട് നിലനിൽക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഉള്ളത്, അത് വെച്ചിട്ട് നീ മുന്നോട്ട് പോകണം.